കണ്ടു, ബെഡ്റൂം കണ്ടു. അതേപോലെ നമുക്ക് ഏതൊക്കെ റൂമുകളാണോ ആ റൂമുകളെല്ലാം നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാ റൂമുകളും ചെയ്യാം, ഇന്റീരിയർ ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ജെമിനി ഉപയോഗിച്ചു. ചിലപ്പോൾ നമുക്ക് എഞ്ചിനീയർ ബിൽഡിംഗ് പെർമിഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് തരിക. അങ്ങനെയുള്ള ആളുകൾക്ക്, ഇപ്പൊ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഇമേജിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് 3D മോഡലിംഗിലേക്ക് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ ടൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഇമേജിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കിതിനെ ക്യാൻവ പോലെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ ഈ ഒരു ഇമേജ് അതേപോലെ തന്നെ വെച്ചു. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമുക്കിവിടെ അതിൻ്റെ ഫ്രണ്ട് ഹൗസ് മാത്രം നമുക്ക് മാറ്റാം. എലിവേഷൻ മാത്രം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതാണ് ഒരു രീതി. അപ്പം നമുക്ക് എലിവേഷൻ കിട്ടി. അടുത്ത പേജ് എടുക്കുന്നു. ഇതിനകത്ത് നമുക്ക് പ്ലാൻ മാത്രമായിട്ട് നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഇത് വാസ്തു പ്ലാനോ കാര്യങ്ങളോ അല്ല, ഒരാളെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി തന്ന പ്ലാനാണ്. ഓക്കെ, ഇത് നമ്മളിവിടെ കൊടുത്തു. അടുത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ എടുക്കാം. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ആദ്യമേ ചെയ്യാൻ പോണത് ഈ എലിവേഷന്, ഈ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ഈ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് ആദ്യമേ 3D മോഡലിലേക്ക് മാറ്റാം. നമുക്ക് ഓരോരോ മുറികളും നമുക്ക് 3D മോഡലിലെയും കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കത് ജെപെഗിലോ PNGയിലോ ചെയ്യാം. ഞാനിപ്പോൾ PNGയിലാക്കിയിട്ടാണ് ചെയ്യണത്. അത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ ഇമേജ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ എലിവേഷൻ നമുക്കൊന്ന് ചെയ്യാം. എലിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു പുതിയ ടൂൾ ഉണ്ട്. ആ ടൂളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എക്സ്റ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ട് നമ്മുടെ ഇമേജ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ 3D എക്സ്റ്റീരിയർ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ JSON പ്രോംപ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ ജെമിനി എടുക്കുക. ജെമിനിക്കകത്ത് നമ്മളിവിടെ പോയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ഇമേജ്, എന്നിട്ട് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത അതേ ഫയൽ തന്നെ ഇവിടെ തന്നെ ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന അത് അതേപോലെ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രോംപ്റ്റ് ഒന്നും എഴുതാൻ അറിയാൻ പാടില്ലാത്ത വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രീതിയിലേക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 80% നമ്മൾ ആക്യുറസി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ശരിക്കുള്ള 3D റെൻഡറിങ്ങും കാര്യങ്ങളുമായിട്ട് നമ്മളതിനെ കമ്പാരിസൺ ചെയ്യേണ്ട. പക്ഷെ നമുക്കൊരു ഈ ഒരു 2D ഡ്രോയിങ്ങിനെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്കിത് ആക്കാൻ വേണ്ടി ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. കാരണം ജെമിനി തന്നെ പറയുന്നുണ്ട് അതൊരു ആണ്, ക്യാൻ ടേക്ക് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഇല്ലാതെ 100% ഒരു കാരണവശാലും ഒരാൾക്കും ഇൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇമേജ് ആണിത്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ കൊടുത്ത ആ ഇമേജിനെ നമുക്ക് ഇതിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു. അപ്പോൾ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് പരിശോധിച്ച് നോക്കാം. എന്താണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്? ഓക്കെ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമ്മൾ ക്യാൻവയിൽ പോയിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തു, അത് നമുക്കൊന്ന് ചെറുതാക്കാം. എന്നിട്ട് നമുക്കിവിടെ നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ കമ്പാരിസൺ ചെയ്യാം. ഇതെങ്ങനെയാണ് വന്നത്, പിന്നെ ഡോറ് കൃത്യമാണോ, വിൻഡോ കൃത്യമാണോ, അതുള്ള കാര്യങ്ങൾ കൃത്യമാണോ. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഇമേജിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ 3D മോഡലിംഗ് ആക്കാൻ വേണ്ടി ഫസ്റ്റിലത്തെ ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. നമ്മൾ ജെമിനി ഉപയോഗിച്ചാണ് ഈ ടൂളുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. എല്ലാം പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് പ്രോംപ്റ്റ് എഴുതാൻ അറിയാൻ പാടാത്ത ആളുകൾക്ക് വരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഈ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് ചെയ്ത് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യാൻ നേരത്ത് നമ്മൾ നേരത്തെ ചെയ്തത് എക്സ്റ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക്
3D ഫ്ലോർ പ്ലാൻ എന്നുള്ളതാക്കാം. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ 3D ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ആ ഇമേജ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇവിടെ അതേ ഇമേജ് തന്നെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ജെമിനിയിൽ. എന്നിട്ട് ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ 3D ഇത്ര ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇമേജിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോംപ്റ്റായിട്ട് ഇത് കൃത്യമായിട്ട് വരും. ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ട ടൂൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏതാണെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പുതിയ ടൂളുകളും കാര്യങ്ങളുമാണ്. ഇവിടെ ഞാനിത് കൊടുത്തു, ഇവിടെ ഞാൻ ജനറേറ്റ് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനനുസരിച്ച് ഇവിടെ പ്ലാനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എക്സ്റ്റീരിയൽ ചെയ്തു, അതിനുശേഷം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തു. നമുക്ക് വന്ന 5.8 MB ഫയലാണ്. നമ്മുടെ ഗ്രൗണ്ട് കൊടുക്കുന്നു. ഇവിടെ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് കമ്പാരിസൺ ചെയ്യാം. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ക്യാൻവയിൽ പോകുന്നു. നമുക്ക് കിട്ടിയതുമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതെടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുത്തത്. ഇത് കൊടുത്ത് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ഇവിടെ ബെഡ്റൂം, ടോയ്ലറ്റ്, ബെഡ്റൂം, ടോയ്ലറ്റ്, ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ലിവിങ്, സിറ്റ് ഔട്ട്, ഡൈനിങ്, കിച്ചണ്, വർക്ക് ഏരിയ, സ്റ്റെയർ, ടോയ്ലറ്റ്. ഡിസൈൻ ഏകദേശം അത് തന്നെയാണ് വന്നേക്കുന്നത്. ഇതേപോലെ കാര്യങ്ങൾ കൃത്യമാണെന്നുള്ളതാണ് നമ്മൾ നോക്കണം. നമ്മൾ കൊടുത്ത അതേ ഡിസൈനും അതേപോലെ കാര്യങ്ങളൊക്കെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ചെറിയ ആയതുകൊണ്ട് ചെറിയ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. 100% ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഐഡിയാസ് നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഇതിനേക്കാളും ഈ ഒരു ഇമേജിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ടൂളിൻ്റെ അകത്തുള്ള ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യാം. കാരണം ഇത് ഫർണിച്ചറും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. ഇത് ഫർണിച്ചറിൽ അപ്പോൾ ഏടേതായ രീതിയിലേക്ക് ഇട്ടേക്കുന്നതാണ്. നമുക്കതൊക്കെ പിന്നീട് നമുക്ക് മാറ്റാം. ജസ്റ്റ് ഞാനിതൊന്ന് കളയാം. ഇതാണ് നമ്മുടെ രണ്ടാമത് കിട്ടിയത്. ഓക്കെ, അടുത്ത് നമുക്ക് മൂന്നാമത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അത് ഞാനിവിടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 3D ഫ്ലോർ പ്ലാൻ കൊടുത്തു. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് കൊടുത്തു. എന്നിട്ട് ജനറേറ്റ് കൊടുത്തു. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ആ ഇമേജ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ വരുന്ന അത് അതേപോലെ കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരും. അടുത്ത് നമുക്ക് റൂം ബേസ് റൂം ആയസം നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ പ്ലാൻ എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ, ഞാൻ എല്ലാ റൂമും കൂടെ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു റൂമിൻ്റെ വേണം കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ എക്സ്ട്രാക്ട് റൂം എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇപ്പുറത്ത് നമ്മൾ വന്നെടുത്ത് കണ്ടോ, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വന്നു. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കിട്ടിയത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. ഇവിടെ കണ്ടോ, ബെഡ്റൂം, ടോയ്ലറ്റ്, ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഇത് കമ്പാരിസൺ ചെയ്യാം. ബെഡ്റൂം, ടോയ്ലറ്റ്, ബെഡ്റൂം, ഓപ്പൺ ടെറസ്, ലിവിങ്, ബാൽക്കണി, ലിവിങ്, ഓപ്പൺ ടെറസ്, സ്റ്റെയർ കേസ്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. 2 ബെഡ്റൂം, 2 ടോയ്ലറ്റ്, ഓപ്പൺ, ലിവിങ്, ബാൽക്കണി, ലിവിങ്, 2 ലിവിങ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇമേജിൻ്റെ അകത്ത് 2 ലിവിങ് ആണെന്ന് നോക്കട്ടെ. ഇവിടെ ലിവിങ്, ഇവിടെ ലിവിങ്. ഓക്കെ, അത് ആ ഇമേജിൻ്റെ അകത്തുള്ള എഴുത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഇമേജിനേക്കാളും കുറച്ചും കൂടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഇത് കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ നേരത്തെ ചെയ്തത്
അടുത്തത് ഈ റൂം ഫ്ലോർ പ്ലാൻ നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ പോയിട്ട് നമ്മളിവിടെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് കോപ്പി കൊടുക്കുക, ഇവിടെ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഇമേജ് ജനറേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമിൻ്റെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ ഓരോരോ റൂമുകളായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതെന്തിനാണ് ഇത് ചെയ്യണമെന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത നമ്മൾ ഇമേജിലേക്ക് നമ്മളിത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇമേജ് നമുക്കിവിടെ ഒന്ന് മുകളിലേക്ക് ആക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫ്ലോർ പ്ലാൻ. ഓക്കെ, ഇവിടെ ബെഡ് 432 ഗുണം 348, ഇതാണ് നമ്മുടെ ബെഡ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടു, ഇവിടെ വിൻഡോ, ഇവിടെ വിൻഡോ, ഇവിടെ വിൻഡോ, ഇതാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബെഡിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഇതേപോലെ വന്നു, അതിൻ്റെ ഡീറ്റെയിൽ വന്നു. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ കിച്ചൻ്റെ ആണെന്ന് വെച്ചാൽ കിച്ചൺ കിടക്കണുണ്ടോ. ഇപ്പം ഇതിനകത്ത് എല്ലാ റൂമുകളും ഇതേപോലെ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത്. എല്ലാ റൂമുകളും ഇതേപോലെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വെച്ചേക്കുവാണ് ചെയ്തേക്കുന്നത്. പിന്നെ അത് നമുക്ക് ഏതെങ്കിലും സാധനങ്ങൾ നമുക്ക് മാറ്റണം എന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് കിച്ചണാണ് നമുക്ക് മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് ഞാനിവിടെ ഒരെണ്ണം കൂടെ എടുക്കുകയാണ്. ഇത് ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കിച്ചൻ്റെ എടുക്കണമെങ്കിൽ ജസ്റ്റ് കിച്ചണുള്ള ഞാൻ എടുക്കുന്നു. എന്നിട്ട് കിച്ചൺ മാത്രമായിട്ട് ഞാനിങ്ങനെ എടുക്കുന്നു, ഇതിങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇത്ര എടുക്കുന്നു. ഇത് കിച്ചൺ മാത്രമായിട്ട് എനിക്ക് കിട്ടി. ഓക്കെ, ഇത് ഈ കിച്ചൻ്റെ അകത്ത് ഇവിടെ കൊടുത്തേക്കണതിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു കിച്ചൻ്റെ അകത്ത് ഏതെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ചേഞ്ചസും കാര്യങ്ങളും വരുത്താൻ വേണ്ടി പറ്റും. അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് സ്കെച്ചിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അതായത് ഇവിടെ നമുക്ക് ഇവിടെയാണ് നമുക്ക് സ്റ്റൗ വേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റൗ എന്നും പറഞ്ഞ് എഴുതി. ഓക്കെ, എന്നിട്ട് ഇവിടെ എനിക്ക് വേണ്ടത് ഇവിടെയാണ് വാഷ് വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഇവിടെയാണ് എനിക്ക് സിങ്ക് വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇവിടെ സിങ്ക് എന്ന് എഴുതി. എനിക്ക് വരയ്ക്കാനോ എനിക്ക് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഇതേപോലെ കൊടുത്തിട്ട് എനിക്കിവിടെ സ്റ്റൗ, ഇവിടെ എനിക്ക് സിങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു ഇമേജ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത് അത് അതേപോലെ തന്നെ ഒന്ന് എഴുതിയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് നമ്മുടെ ടൂളിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ ഞാൻ പോയിട്ട് സ്കെച്ച് ടു റെൻഡർ എന്നുള്ള എടുത്തു. സ്കെച്ച് ടു റെൻഡറിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ഈ ഒരു ഇമേജ് അതേപോലെ ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ അതേപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് എൻ്റെ ഇതിലേക്ക് പറഞ്ഞാൽ മതി. എവിടെയാണ് സ്റ്റവ് ആൻഡ് സിങ്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് മാറ്റുക. 3D കിച്ചൺ, ഇത് 3Dയുടെ കിച്ചൺ തരിക, അത്രേ ഉള്ളൂ. എൻ്റെ സ്റ്റൗവും സിങ്കും റെഡ് കളർ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് മാറ്റുക. റെഡ് കളർ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് രണ്ടും മാറ്റുക. എന്നിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ ഒരു AI ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ഇമേജിന് നമുക്ക് മാറ്റം നോക്കാം. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റാണ് വന്നത്. നമ്മൾ അതൊന്നും എഴുതുകയോ വരയ്ക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മളിവിടെ പോയിട്ട് ആ ഇമേജ് കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും നമുക്കൊരു 3D വ്യൂയിലേക്ക് നമുക്ക് ആ കിച്ചണെ വരുത്താനും സാധിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഇമേജ് നമുക്കറിയാൻ പറ്റും. ഉണ്ടോ? അപ്പോൾ നമ്മൾ കൊടുത്ത ഇമേജ് ഉണ്ടോ, ഇതാണ് നമ്മൾ കൊടുത്ത റെഡ് കളറുള്ള മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ വന്നേക്കണുണ്ടോ ഇമേജ് വന്നേക്കണുണ്ടോ. ഇടത് സൈഡിലേക്ക് സിങ്ക് വന്ന് ഇവിടെ നമുക്ക് കിച്ചൺ വരുന്ന രീതിയിലേക്ക് ഒരു 3D വ്യൂ ആയിട്ട് വന്നു. വ്യത്യാസം കണ്ടോ. നമ്മുടെ ഇമേജ് ഇതായിരുന്നു, അതിനകത്ത് ഇത് മാറ്റാനാണ് ഞാനിവിടെ കൊടുത്തത്. സ്റ്റൗ ഇവിടെ കൊടുത്തിട്ട് സിങ്ക് ഇപ്പുറത്തേക്ക് ആക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ 3D വ്യൂ ആണ് കൊടുത്തത്. ആ 3D വ്യൂ ഇതിൻ്റെ വിൻഡോയുടെ സൈഡ് കണ്ടോ, KW3 KW2 കണ്ടോ, അത് ഇവിടെയാണ് വന്നേക്കണേ. അത് വന്നേക്കണ്ടോ, അത് അവിടെ തന്നെ വന്നു. ഇപ്പുറത്തൊരു ജനൽ വന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെ ജനൽ, ആ സിങ്കിൻ്റെ ഇവിടെ കണ്ടോ, അവിടെ ജനലും വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോർ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഡോർ വന്നേക്കുന്നത് കണ്ടോ, ഇവിടെയാണ് ഒരു ഡോർ വന്നേക്കുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഇമേജിനെ നമുക്ക് ഇതിലേക്ക് ആക്കാൻ പറ്റും.
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒക്കെയുള്ള സജഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ചേഞ്ചസ് വരുത്താനും നമുക്ക് സാധിക്കും. ഫസ്റ്റത്തെ കിച്ചൺ ഡ്രോയിങ്ങും ഇപ്പോഴത്തെ കിച്ചൺ ഡ്രോയിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കൊടുത്തു. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഐഡിയ കിട്ടി അല്ലെ, ഈ കിച്ചൺ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് വരുന്നത് കണ്ടോ. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു 3D വ്യൂയിലേക്ക് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയേക്കണ ഇമേജ് ഏതായിരുന്നു, നമ്മുടെ 3D കൊടുത്തപ്പോഴത്തേക്കും. നമ്മൾ 3D കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതാ. ഓക്കെ, അപ്പൊ ആ ഒരു ഇമേജിനെയാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റുന്ന രീതിയിലേക്ക് ആക്കി. അപ്പൊ നമുക്ക് ഇതായി. ഇനി നമുക്ക് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് മൊത്തം നമുക്ക് വാള് മതി എന്ന് വിചാരിച്ചു. ഇപ്പൊ ഇതിനകത്ത് റൈറ്റ് സൈഡിന്റെ അകത്ത് നമുക്ക് സ്റ്റെയർ കേസ് ആണ്. അപ്പൊ നമുക്ക് വാളാണ് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഈ റൈറ്റ് സൈഡ് മൊത്തം വാളാക്കി തരാൻ പറഞ്ഞാൽ അത് റൈറ്റ് സൈഡ് വാളാക്കി തരും. ആ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ ടൂള്. ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു റൂമിന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അതേപോലെ നിങ്ങൾക്ക് ഏത് റൂമിന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3D ആക്കേണ്ടി വരും. അപ്പൊ 3D ആക്കി നമുക്ക് വേറെ റൂം നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഞാനിവിടെ പോയി ഇവിടെ ഒരു ബെഡ് എടുത്തു. ഓക്കെ, ഇവിടെ ബെഡ് എടുത്തു. ഇവിടെ ബെഡ്റൂം 2 ആണ് എടുത്ത്. ബെഡ്റൂം 2 എടുത്തു. ഓക്കെ, ഇവിടെ ബെഡ്റൂം 2 എടുത്തു. എൻ്റെ ഈ ബെഡ്റൂം റൂമിന്റെ അകത്ത് ഞാനൊരു ബെഡ് ഇടുവാണെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് വേണ്ട ബെഡിന്റെ പൊസിഷൻ ഇപ്പൊ കിടക്കണത് ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, എൻ്റെ ബെഡിന്റെ പൊസിഷൻ എനിക്ക് വേണ്ടത് തിരിച്ചിപ്പുറത്തേക്കാണെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഇവിടെ ഹെഡ് ഇത് കൊടുക്കും. ഇവിടെയാണ് എനിക്ക് ഹെഡ് വേണ്ടത്. ഈ രീതിയിലേക്കാണ് വേണ്ടതെന്നുള്ള മനസ്സിലായി. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. കറണ്ട് ഇമേജ് എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന നിങ്ങളുടെ എഞ്ചിനീയർ വരച്ചേക്കുന്ന ഇമേജിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ആ ഇമേജിനെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സ്കെച്ച് ടു റെൻഡർ എടുക്കുക. സ്കെച്ച് ടു റെൻഡർ എടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്ന അതേ ഇമേജ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പോയിട്ട് നമ്മൾ ജെമിനി പോയിട്ട് അതേപോലെ തന്നെ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. അതേ ഇമേജ് ഇപ്പുറത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പോയിട്ട് നമ്മൾ 3D ബെഡ്റൂം എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ വരുന്ന പ്രോംപ്റ്റ് ആണ് നമ്മൾ അപ്പുറത്ത് കൊടുക്കാറുള്ളത്. ഇവിടെ പ്രോംപ്റ്റ് വന്നു, അത് കോപ്പി ചെയ്തു, ഇവിടെ വന്നു പേസ്റ്റ് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ഇന്നലെ വന്ന ഇമേജ് കണ്ടോ. നമുക്കൊന്ന് ആ ഇമേജിൽ നിന്ന് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്, ഇതാണ് നമുക്ക് കിട്ടിയത്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് ഒന്ന് നോക്കാം. ഇതാണ് നമുക്ക് വന്ന റിസൾട്ട്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് വലുതാക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കൊടുത്ത നമ്മുടെ കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതായിരുന്നു നമ്മൾ കൊടുത്തത്. അപ്പൊ ഇതിനകത്ത് കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ കണ്ട വിൻഡോസ് അതേപോലെ തന്നെ വന്നു. ഇവിടെ W4 വന്നു. ഇവിടെ ഒരു വിൻഡോ 2 ഉണ്ടായിരുന്നു, ഇവിടെ കാണിച്ചേക്കുന്നത് അതേപോലെ വന്നു. ഇവിടെ ഒരു D2 ഡോർ ഉണ്ടായിരുന്നു, D1 ഡോർ ഉണ്ടായിരുന്നു. ഓക്കെ, ആണ് ഇവിടെ വന്നത്. ഓക്കെ, ബെഡിന്റെ കണ്ട, ബെഡിന്റെ ഹെഡ് മാറിയുണ്ടോ, നമ്മൾ കൊടുത്തത് ബെഡ് ഇതായിരുന്നു ഉണ്ടോ. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് വന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു 2D ഇമേജിനെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് 3D ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി ഇതേപോലെ നമുക്ക് ചെയറോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പേനോണ്ട് മാർക്ക് ചെയ്തിട്ടോ എന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് ആ സാധനങ്ങൾ വരും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ എന്തെങ്കിലും ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഓരോരോ റൂമുകൾ ഇതേപോലെ നമുക്ക് എല്ലാ റൂമുകളും നമുക്ക് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അടുക്കള നമുക്ക് കണ്ടു, ബെഡ്റൂം കണ്ടു, അതേപോലെ നമുക്ക് ഏതൊക്കെ റൂമുകളാണോ ആ റൂമുകളെല്ലാം നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാ റൂമുകളും ചെയ്യാം, ഇന്റീരിയറിൽ ചെയ്യാം,
ഇതിനകത്ത് നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ജെമിനി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ജെമിനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 80% മാത്രമേ ഞാൻ AI ടൂളുകൾക്കെല്ലാം അതിൻ്റെ അകത്തുള്ള ആക്യുറസി പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു ഇമേജിനെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ കൃത്യമായിട്ട് നമുക്ക് ഇതുവഴി കാണാൻ സാധിക്കും. ഈ ഒരു ഇമേജിനേക്കാളും കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇത് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഡ്രോയിങ്ങിനേക്കാളും കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഇത് ഇത്രയും ടൂളുകളല്ല, ഇനി ഒത്തിരി ടൂളുകളുണ്ട്. ഇനി മെറ്റീരിയൽ സ്വാപ്പ് എന്നുണ്ട്, ഫർണിച്ചർ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഫർണിച്ചർ റിമൂവൽ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോരോ യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഫർണിച്ചർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ റിമൂവ് ചെയ്യാം, ഫർണിച്ചർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെറ്റീരിയൽ മാറ്റണമെങ്കിൽ മെറ്റീരിയൽ മാറ്റാം. ഇപ്പം മെറ്റീരിയൽ മാറ്റേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് കൊടുത്തിട്ട് അത് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അടുത്ത മെറ്റീരിയൽ സ്വാപ്പിനകത്ത് പോയിട്ട് ഞാനിവിടെ ഇതങ്ങ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നമുക്ക് വോയിസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വോയിസ് ആയിട്ട് കൊടുക്കുവാണ്. സ്പീക്ക് എന്നുള്ളിടത്ത് വേണമെങ്കിൽ വോയിസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇത് ഫസ്റ്റ് നമ്മളിവിടെ ഇതൊന്ന് അലോ ചെയ്യണം. അലോ ചെയ്തിട്ട് നമ്മൾ പറയണം റെഡ് കളറുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക. റെഡ് കളറുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റുക. അപ്പം നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ റെഡ് കളറുള്ള രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഏതാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് കൂടെ എഴുതാം ബ്രാക്കറ്റിൽ. ഇവിടെ നോക്കിയിട്ട് കബോർഡ് വേണ്ട, കബോർഡ് എന്ന് പറയുമ്പോൾ കബോർഡ് ഒന്നും വേണ്ട. അപ്പം നമുക്ക് ഇതേപോലെ ജസ്റ്റ് നമുക്ക് വോയിസിലൂടെ നമുക്ക് എഴുതാനോ കാര്യങ്ങളോ അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതനുസരിച്ചുള്ള പ്രോംപ്റ്റും കാര്യങ്ങളും അപ്പുറത്ത് വരും. നമ്മളിവിടെ പോയിട്ട് ജെമിനി പോയിട്ട് നമ്മൾ ഇതേ ഇമേജ് തന്നെ അപ്ലോഡ് ചെയ്യുക. കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത്. ഞാനിവിടെ കിച്ചൺ അപ്ലോഡ് ചെയ്യുകയാണ്. എൻ്റെ കിച്ചൺ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പോയിട്ട് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു, കൊടുക്കും. അപ്പോൾ ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്തു. റെഡ് കളറുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും കണ്ടു ഇവിടെ മൊത്തം റെഡ് കളറായി. ഓക്കെ, ഇനി അത് സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയാം കേട്ടോ. ഈ മുകൾ ഭാഗത്തുള്ളത് മാത്രം അല്ലെങ്കിൽ താഴ്ഭാഗത്തുള്ളത് മാത്രം, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പം നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും അത് അങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഏതെങ്കിലും കളറോ കാര്യങ്ങളോ മെറ്റീരിയലോ എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരുന്ന രീതിയിലേക്കാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ കബോർഡുകളുണ്ട് ഇവിടെ ചെയ്തേക്കണ ഇത്രയും ഭാഗത്തായിരുന്നു കബോർഡ്, ആ കബോർഡ് ചെയ്ത ഭാഗത്തെല്ലാം അത് ഈ രീതിയിലേക്ക് വന്നു. അതാണ് അതിൻ്റെ മെറ്റീരിയൽ എന്നുള്ള ചേഞ്ചസ് വരുന്നത്. നമുക്ക് അടുത്തത് നമുക്ക് മെറ്റീരിയൽ ചേഞ്ച് കണ്ടോ, ഇവിടെ കണ്ടോ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ റീപ്ലേസ് ചെയ്യാം. ഫർണിച്ചർ നമുക്ക് മാറ്റിയിട്ട് വേറെ ഫർണിച്ചർ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതാണ് അടുത്ത ടൂൾ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്നുകൂടെ നോക്കാം. ഞാനിവിടെ നമ്മുടെ ഇപ്പം ജനറേറ്റ് ചെയ്ത ഇമേജ് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ പറയുന്നു, നമുക്ക് സംസാരിച്ച് പറയാം. ആ ബെഡ് മാറ്റിയിട്ട് അതിന് പകരം അവിടെ സ്റ്റഡി റൂം ആകുന്ന രീതിയിലേക്ക് സ്റ്റഡി ടേബിളുകളും കസേരയും ലാപ്ടോപ്പും വെക്കുന്ന രീതിയിലേക്ക് ആക്കുക. ആ ബെഡ് മാറ്റിയിട്ട് അതിന് പകരം അവിടെ സ്റ്റഡി റൂം ആക്കുന്ന രീതിയിലേക്ക്. ഇതാണ് ഞാൻ കൊടുത്തത്. ഇത് ഞാനിവിടെ ജനറേറ്റ് പ്രോംപ്റ്റ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പോയി ജെമിനി പോയിട്ട് ഞാനിവിടെ അതേ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് വന്നു. ആ പ്രോംപ്റ്റ് ഞാനിവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ആ ബെഡ് മാറ്റിയിട്ട് അവിടെ ഒരു സ്റ്റഡി റൂമിൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ബാക്കിയുള്ളതിനൊന്നും ചേഞ്ചസ് വരുത്താതെ, ഈ ജനലിനോ വാതിലിനോ ഒന്നും ചേഞ്ചസ് വരുത്താതെ അത് മാത്രമായിട്ട് വരുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ളതിന് ജനലുകളോ വാതിലുകൾക്കോ മാറ്റം വരാതെ ആ ടേബിൾ മാറിയിട്ട് അവിടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും വരുന്ന രീതിയിലേക്ക് അത് മാറും. കണ്ടോ, ഈ റൂമിന് ചേഞ്ചസ് ഒന്നുമില്ല. ആകെ വരുന്നത് ആ ബെഡ് മാറ്റിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം മാറ്റിയിട്ട് വേറൊരു സാധനം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഫർണിച്ചർ റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തു, ഇതിനകത്ത് ആ ബെഡ് വേണ്ടെന്ന് വിചാരിച്ചു. ബെഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ബെഡ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ജസ്റ്റ് ഇവിടെ പോയിട്ട് സ്പീക്ക് കൊടുക്കുക, റിമൂവ് ബെഡ് കണ്ടു. എന്നിട്ട് ഇവിടെ പോയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. നമ്മളിവിടെ പോയിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക, ഇവിടെ കോപ്പി ചെയ്യുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്യുക.
അതുണ്ട, ബാക്കി ഒരു ചേഞ്ചസും ഇല്ല, ആ ബെഡ് മാത്രം റിമൂവ് ചെയ്തു. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ടൈല് മാറ്റണം എന്ന് വിചാരിച്ചു. ടൈല് മാറ്റണമെങ്കിൽ നമുക്ക് ടൈല് മാറ്റാൻ പറ്റും. ഇവിടെ മെറ്റീരിയൽ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇതിൻ്റെ ടൈല് മാറ്റണം. ഇത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ടൈൽ ആക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്കിവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു MD ഇമേജ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മാറ്റാം. ടൈല് മാറ്റുന്നത് ഇപ്പോൾ നമുക്ക് വുഡൻ്റെ അല്ല കൊടുത്തത്, നമുക്ക് മാറ്റിയിട്ടൊരു മാർബിളിൻ്റെ ടൈലാക്കുന്ന രീതിയിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചു. ബെഡ്റൂം മാറ്റിയിട്ട് അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഈ മെറ്റീരിയൽ സ്വാപ്പിനകത്ത് പോയിട്ട് നമുക്ക് കൊടുത്താൽ മതി. ടൈല് മാറ്റിയിട്ട് മാർബിളിൻ്റെ ടൈലാക്കുന്ന രീതിയിലേക്ക് ചെയ്യുക. ടൈല് മാറ്റിയിട്ട് മാർബിൾ ആകുന്ന രീതിയിൽ ചേഞ്ച് വരുത്തുക. എങ്ങാനും നമ്മൾ പറഞ്ഞത് അത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കും. ഇവിടെ പോയിട്ട് നമ്മൾ ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഇവിടെ കോപ്പി ചെയ്യുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടോ, ഇതിവിടെ മാറി ഈ രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് പ്രോംപ്റ്റ് എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ റൂം നമ്മൾ MD ആക്കി, ടൈല് മാറ്റി. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഇതേപോലത്തെ ഒരു ഇമേജിനെ നമ്മൾ ഇതേപോലെ ഫസ്റ്റിൽ ഫ്രണ്ട് എലിവേഷൻ ആക്കി, അതിനെ 3D ആയിട്ടുള്ള AI ജനറേറ്റ് ചെയ്തു. ഫ്ലോർ പ്ലാൻ നമ്മൾ ചെയ്തു, അതിനെ നമുക്ക് 3D ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ആക്കി. അതിനുശേഷം നമ്മൾ ഓരോരോ റൂമുകളായിട്ട് നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്തു. ആ ഓരോ റൂമിനും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള ഫർണിച്ചറുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഫർണിച്ചർ സെറ്റ് ചെയ്ത് വന്നു. നമുക്ക് കിച്ചണിൻ്റെ അകത്ത് ഇതേപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചുമ്മാ എഴുതി കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് 3D മോഡലിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു. ഇത് ഫസ്റ്റ് ഫ്ലോറിന് നമ്മൾ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അതിനുശേഷം നമുക്ക് കിട്ടിയേക്കുന്ന അടുക്കളയുടെ കളർ മെറ്റീരിയൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയതാണിത്. അതിനുശേഷം നമ്മൾ ആ റൂമിൻ്റെ അകത്ത് നമ്മൾ ഫർണിച്ചർ റിമൂവ് ചെയ്തതാണിത്. അതിനകത്ത് നമ്മൾ ടൈല് മാറ്റിയിട്ട് മാർബിൾ ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വന്നതാണിത്. ഇങ്ങനെ നമുക്ക് പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും കാര്യങ്ങളാണ്. ശരിക്കും ഇത് വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത്. അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആദ്യത്തെ ഡിസിഷൻ എടുക്കുന്ന വെച്ചാൽ ഒരു ക്ലയന്റുമായിട്ട് സംസാരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു പ്രൊജക്റ്റിൽ അവരുടെ ഐഡിയാസ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അടുത്തത് എൻ്റെ കയ്യിൽ ഒരു ഹാൻഡ് സ്കെച്ച് ആണല്ലായിരുന്നു വിചാരിച്ചു. അപ്പം ഞാനിവിടെ ഫ്ലോർ പ്ലാൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു ഹാൻഡ് സ്കെച്ച് ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചു. ഞാനിവിടെ 3D ഫ്ലോർ പ്ലാൻ കൊടുത്തു. ഓക്കെ, എനിക്ക് കൃത്യമായിട്ട് പേന കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അതേപോലെ വരയ്ക്കാനൊന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കൊടുക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ ഞാനതങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ആ പ്രോംപ്റ്റ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കോപ്പി ചെയ്യുന്നു, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കും. അപ്പം നമ്മൾ ഇതേപോലത്തെ നമ്മൾ പേന കൊണ്ട് വരച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കണം. ഞാനിവിടെ ലാസ്റ്റ് ഞാനൊന്ന് ആ ഇമേജും കൂടെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു ഇമേജാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ വർക്ക് ഏരിയ എന്ന് കൊടുത്തത് അത് വാഷ് ഏരിയ ആയിട്ടാണ് ഇത് കണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എഴുതുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എഴുതണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ വർക്ക് ഏരിയ എന്ന് കൂടെ എഴുതണം. ഇവിടെ വാഷ് ഏരിയ ആയിട്ടാണ് അവർ കണ്ടത്. ബാക്കി ബെഡ് ടോയ്ലറ്റ്, ബാക്കി ഡൈനിങ് കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റെയർ കേസ് AIക്കകത്ത് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ കൊടുത്തത്. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. കണ്ടോ, നമ്മൾ ഇതേപോലെ ഹാൻഡ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് ഇതേപോലെ ആക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അർത്ഥം. സിറ്റ് ഔട്ട്, ബെഡ്, ടോയ്ലറ്റ്, കിച്ചണ്, ഇവിടെ വാഷ് ഏരിയ എന്ന് ആയിക്കാണ്ട് അവരെ വിചാരിച്ചാലും നമ്മൾ ഉദ്ദേശിച്ച വർക്ക് ഏരിയ ആണ്. നമ്മൾ കൃത്യമായിട്ട് വർക്ക് ഏരിയ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ സ്റ്റെയർ കേസ് എങ്ങനെയാണെന്നുള്ള മാത്രമേ കിട്ടത്തുള്ളൂ. ഇതേപോലെ എക്സാക്റ്റ് നമുക്ക് കിട്ടുന്ന പോലെ കിട്ടത്തില്ല. ഡൈനിങ്, ലിവിങ്. അപ്പം ഒരു ഇമേജ് നമ്മൾ നമ്മുടെ കൺസെപ്റ്റ് ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഹാൻഡ് സ്കെച്ച് വരച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇതേപോലെ 3D മോഡലിംഗ് ആക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള സാധനങ്ങളും ഇതേപോലെ ഒരു ഹാൻഡ് സ്കെച്ച് വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈസി ആയിട്ട് ക്ലയന്റിന് മനസ്സിലാകുന്ന രീതിയിൽ, കാരണം ഇത് ക്ലയന്റിന് മനസ്സിലാകണം നിർബന്ധമില്ല, ഇത് കുറച്ചും കൂടെ ക്ലയന്റിന് മനസ്സിലാക്കാൻ പറ്റും, ആ രീതിയിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് തന്നെയാണ് നമ്മളിപ്പം ഒരു ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാരെന്ന് വിചാരിച്ചു, അങ്ങനെയുള്ള ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഇപ്പൊ ഞാൻ കണ്ടോ, ഞാൻ ഇവിടെ കൊടുത്തു, എനിക്ക് വേണ്ടത് കിച്ചൺ ആണ്. ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ സ്റ്റൗ, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിവിടെ കിച്ചൺ 3D എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തു. ഇവിടെ ഞാൻ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ആ കിച്ചണിന്റെ ഇമേജ്, ചെറിയൊരു ഇമേജാണ്, ജസ്റ്റ് എഴുതിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഇമേജാണ്, കിച്ചൺ എഴുതി ഇതേപോലെ കൊടുക്കുന്നു, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഇതുണ്ട്, അപ്പോൾ നമ്മൾ കൊടുത്തത് ഇമേജ് ഇതായിരുന്നു. ഇതൊന്ന് റിസൾട്ട് കണ്ടോ, ഇവിടെ സ്റ്റൗ, ഇവിടെ വിൻഡോ, ഇവിടെ വിൻഡോ, ഇവിടെ കിച്ചൺ. ഓക്കെ, ഡോർ ഇവിടെ ആയിപ്പോയി, ഡോർ നമ്മൾ കൊടുത്ത് ഇവിടെ ആയിപ്പോയി. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഒരു ഡോറ് ശാലോടെ കൊണ്ട് നീങ്ങിപ്പോയി, എന്നാലും ബാക്കിയുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇവിടെ 2 വിൻഡോ, ഇവിടെ 2 സ്റ്റൗ, എന്നിട്ട് ഇവിടെ വല സൈഡിൽ നിന്നൊരു ഡോർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ രീതിയിലേക്ക് വരും. ഇപ്പോൾ ഈ ഡോർ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രോംപ്റ്റ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യാം, പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഡോർ ആക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം, അതിനകത്ത് വിഷയമില്ല. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ടൂളുകളാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ പല പല ടൂളുകളാണുള്ളത്. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ടൂളുകളെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലത്തെ ഏത് ടൂളുകളാണ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാകുക എന്നുള്ളത് നിങ്ങൾ ഇതിന് താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ഇമേജസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുന്നതാവും, അതുകൂടാതെ സർവീസ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കണക്ട് ആയിട്ടിരിക്കുക. താങ്ക് യു.